കോടികൾ ചിലവഴിച്ച് കണ്ണൂർ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനം നിലച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ മാത്രമാണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം പ്രവർത്തിച്ചത്. പദ്ധതി നിലയ്ക്കാൻ കാരണം കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയാണെന്ന വിമർശനവും ഉയർന്നുകഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷൻ നിർമ്മിച്ചതാണ് ഈ കാർ പാർക്കിംഗ് സംവിധാനം. ജവഹർ സ്റ്റേഡിയത്തിന് സമീപത്തായി 134 കാറുകളും പ്രഭാത് ജംഗ്ഷനിൽ 31 കാറുകളും ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ഒരുക്കിയത്. കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവർത്തനം നിലച്ചു. പദ്ധതിയുടെ കരാറുകാരന് ഇനിയും കോർപ്പറേഷൻ പണം നൽകാനുണ്ടെന്നും കോടികൾ ചെലവഴിച്ച് പദ്ധതി നിലച്ചുകിടക്കാൻ കാരണം കോർപ്പറേഷന്റെ അനാസ്ഥയാണെന്നുമാണ് ഉയരുന്ന വിമർശനം. പ്രവർത്തനക്ഷമമല്ലാത്തതിന് കാരണം കോർപ്പറേഷന്റെ പിടിപ്പുകേടാണ്. കരാറുകാരുമായിട്ടുള്ള പല രഹസ്യ ഇടപാടുകളുണ്ട്. കരാറുകാരുമായിട്ടുള്ള പല രഹസ്യ ഇടപാടുകളും കോർപ്പറേഷൻ ഭരണകൂടം മറച്ചു വെക്കുന്നു. ഇവിടെ വിഷയം ഇപ്പോൾ 1 മാസത്തിലധികമായി അടച്ചിട്ടിരിക്കുന്നു. എന്തുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കുന്നില്ല? കരാറുകാർക്ക് അവരോട് പറയുന്നു, നിങ്ങൾക്ക് പൈസ നമുക്ക് തരാൻ ഇപ്പം കാശില്ല. കോർപ്പറേഷന് കാശില്ലാഞ്ഞിട്ടല്ല, ഇതിൻ്റെ പേരിൽ കോടികൾ മേയർ അടിച്ചു മാറ്റി, ഉദ്യോഗസ്ഥന്മാർ അടിച്ചു മാറ്റി, ഇവിടുത്തെ കൗൺസിലർ അടിച്ചു മാറ്റി. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഈ മൾട്ടി ലെവൽ പാർക്കിങ്ങിൽ അനുവദിക്കപ്പെട്ട മുഴുവൻ തുകയും ഇവിടെ വിനിയോഗിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കരാറുകാർക്ക് പൂർണ്ണമായും പണം കൊടുക്കാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ കമ്മീഷനും മറ്റുള്ള പല ഇടപാടുകളും അഴിമതിയൊക്കെ നടത്തി. കോടികൾ മുടക്കി നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പൂട്ടിയിട്ടതോടെ യന്ത്രഭാഗങ്ങൾ പലതും തുരുമ്പെടുത്തു തുടങ്ങിയിട്ടുണ്ട്. പദ്ധതിക്ക് പിന്നിൽ അഴിമതിയുണ്ടെന്നും വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ആവശ്യമാണെന്നും വ്യക്തമാക്കി BJP നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്. ജനം, കണ്ണൂർ. നമ്മൾ വീണ്ടും നിയമസഭയിലേക്ക് പോവുകയാണ്. അവിടെ BB ഗോപകുമാർ സംസാരിക്കുന്നു തത്സമയത്തിലേക്ക്. ഒപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കേരളത്തിൻ്റെ സമീപകാലത്തെ എക്കാലത്തെയും ജനകീയനായ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്ന പരിഗണന കൂടി അദ്ദേഹത്തിനുണ്ട്. ഒപ്പം മന്ത്രി പദവിയിലേക്ക് കടന്നു വരുമെന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിയമസഭയുടെ സ്പീക്കറായി കടന്നു വരുന്നു. കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ പൈശാചികമായ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പ്രതികളെ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെ വരെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പുറത്തു കൊണ്ടുവരാൻ അങ്ങ് പരിശ്രമിച്ചിട്ടുണ്ട്. അതടക്കമുള്ള ഏറെ കാര്യങ്ങൾ അങ്ങക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമനിർമ്മാണ സഭയിൽ 137 ഇപ്പോഴത്തെ തിരുതി വെച്ചെങ്കിൽ +3 അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ 3 പേരുടെയും കൂടി എല്ലാ കാര്യങ്ങളും ഈ നിയമനിർമ്മാണ സഭയിൽ ഉന്നയിക്കുവാനുള്ള അവസരം കൂടി അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരമോന്നത പദവിയിൽ ഏറ്റവും നല്ല രീതിയിൽ ശോഭിക്കുവാൻ അങ്ങേ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും പിന്തുണ അടക്കം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.